ഹായ് ഡിയേഴ്സ്, എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കാണാൻ എല്ലാവരും വായോ. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കണം ഇപ്പോൾ ഒത്തിരി വീഡിയോയിൽ ഞാൻ കണ്ടേ. അപ്പോൾ ഞാനും അതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമ്മുടെ ഈ ചൂടിന് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതുണ്ടാക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എടുത്ത് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിന് ആവശ്യമായ മധുരം കിട്ടത്തക്ക വിധത്തിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 നമ്മുടെ പുതിന ഇല ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി കൂടി നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ശർക്കര എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുക്കാം, നല്ല ഒന്നും കൂടെ തണുക്കാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിയ സീഡ്സാണ്. ഇത് ഓരോ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.